بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد الصلاة والسلام عليك يا നാട്ടിലെ ഉമറാക്കൾ, പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഉമ്മതങ്ങന്മാർ, അല്ലാഹു തആല നമ്മുടെ മജ്‌ലിസിന് ബറക്കത്ത് നൽകുമാറാവട്ടെ. നമ്മയും നമ്മോട് ബന്ധപ്പെട്ടവരെയും അല്ലാഹു സ്വർഗത്തിന്റെ അഗ്രകാരിൽ പെടുത്തുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് കീർത്തനങ്ങൾ പാടിപ്പറഞ്ഞ വളരെ അർത്ഥമുള്ള ഭാഗങ്ങൾ ചർച്ച ചെയ്ത ഈ മജ്‌ലിസിൽ ഒരു നീണ്ട പ്രസംഗം നടത്തുന്നില്ല. റസൂലുള്ളാഹിന്റെ മദ്ഹ് ഒരു മുസ്ലിമിന് കേൾക്കുക എന്നത് വല്ലാത്തൊരാനന്ദമാണ്. മദീനയിൽ ചെന്നിട്ട് ധാരാളം ആളുകൾ അവിടുത്തെ മദ്ഹ് പാടിപ്പറയുമ്പോൾ കേൾക്കാനായി ചൊല്ലുന്നവരുടേത് കേട്ടിട്ട് കണ്ണുനീരൊടുക്കുന്ന ആയിരക്കണക്കിന് ആളുകളെ കാണാം. അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഈ മഹല്ലിൽ റസൂലുള്ളാഹിന്റെ മദ്ഹ് പറഞ്ഞ് ഒരു പറയാനുള്ള, അവിടുത്തെ മഹത്വം പറയാനുമുള്ള ഒരു മജ്‌ലിസ് സംഘടിപ്പിച്ചിരിക്കുകയാണ്. അതിന്റെ ആളുകൾക്ക്, സഹായിച്ചവർക്ക്, പ്രവർത്തിച്ചവർക്ക്, ഇതിന്റെ പിന്നിൽ സഹായങ്ങൾ നൽകിയ മുഴുവൻ ആളുകൾക്കും അർഹമായ പ്രതിഫലം അല്ലാഹു കൊടുക്കുമാറാവട്ടെ. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ മദീനത്തെ പള്ളിയിൽ നിന്ന് ഉഹദ് ഭാഗത്തേക്ക് പോകുന്ന സ്ഥലത്ത് സിദ്ദീഖ് തങ്ങൾ അവിടെ ഇരിപ്പുണ്ട്. എന്നിട്ട് ബക്കാ, കണ്ണുനീരൊഴുക്കിക്കൊണ്ടിരിക്കുന്നു, കരയുകയാണ്. ആ സമയത്ത് രണ്ടാം ഖലീഫ അതുവഴി അങ്ങനെ പോയി. രണ്ടാം ഖലീഫ അതിലൂടെ അങ്ങനെ പോവുകയാണ്. അപ്പൊ സിദ്ദീഖ് തങ്ങളുടെ കരച്ചിൽ കണ്ടപ്പോ അവിടുന്ന് ചോദിച്ചു, എന്താണ് സിദ്ദീഖ്, എന്താണ് നിങ്ങളിങ്ങനെ കരയുന്നത്? എന്ത് സംഭവിച്ചു? നിങ്ങള് അല്ലാഹുവിന്റെ ഹബീബ് നിങ്ങളുടെ മടിയിൽ കിടന്നവരാണ്. റസൂലുള്ളാഹി തങ്ങളെ നിങ്ങൾ ചുമലിൽ കൊണ്ടുപോയവരാണ്. സൗർ മലയുടെ മുകളിലേക്ക് പോകുമ്പോ യാ റസൂലല്ലാഹ്, അവിടുത്തെ കാലിൽ ഒരു മുള്ളു തറച്ച് ആണി തറച്ചപ്പോ നടക്കാൻ കഴിയാതെ അവസ്ഥകൾ നോക്കുകയാണ്. ആ സമയത്ത് 2 വയസ്സിന് നബി തങ്ങളെക്കാളും താഴെയുള്ള സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, യാ ഹബീബ്, നബിയെ ഞാനുള്ളപ്പോ അവിടുന്ന് നടക്കണോ എന്ന് പറഞ്ഞ് റസൂലുള്ളാഹിനെ ചുമലിൽ വെച്ചുപോയ സിദ്ദീഖ് തങ്ങളല്ലേ നിങ്ങള്, എന്തിനാണ് നിങ്ങൾ കരയുന്നത് എന്നു ചോദിക്കുമ്പോ അവിടുന്ന് വിവരിക്കുന്നു, യബ്നൽ ഖത്താബ്, ഓ ഉമറേ, പാവപ്പെട്ട അബൂബക്കർ അടുത്ത് മരിക്കാൻ പോവുകയാണ്. റസൂലുള്ള വിട പറഞ്ഞാൽ ഇനി പിന്നിൽ പോകേണ്ടവൻ ഞാനാൻ, എന്റെ കയ്യിൽ ഒന്നുമില്ല. ഉമറേ, സിദ്ദീഖിന്റെ കയ്യിൽ ഒന്നുമില്ല. ഈ അബൂബക്കർ മരിക്കുമ്പോ എന്റെ ഹബീബിന്റെ അരികിലേക്ക് പോകുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകാൻ വേണ്ടേ? ഒന്നുമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇവിടെ ഇരുന്ന് കരയുന്നത്. ഉമറുൽ ഫാറൂഖിന്റെ ഖൽബ് പൊട്ടി. ആരാണ് നാട്ടുകാരെ പറയുന്നത്? പ്രായമുള്ള ഉപ്പമാരെ ആരായി പറയുന്നത്? സിദ്ദീഖ് തങ്ങൾ പറയാ, എന്റെ കൈവശം ഒന്നുമില്ല. ആ സമയത്ത് ഉമറുൽ ഫാറൂഖ് പറഞ്ഞു, യാ സിദ്ദീഖ്, നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ ഒരു രാത്രിയിലെ അല്പസമയം എനിക്ക് നൽകിയാൽ ഉമറിന്റെ എല്ലാ അമലുകളും നിങ്ങൾക്ക് നൽകാം. ഉമറേ, എന്റെ ആ രാത്രി ഏതാ? അവിടുന്ന് ഓർക്കുകയാണ്, നിങ്ങൾ നബി തങ്ങളെ കൈപിടിച്ചുകൊണ്ട് മദീനയിലേക്ക് പുറപ്പെട്ടുള്ളൂ. ഇടക്ക് മുമ്പോട്ടും ഇടക്ക് പിന്നോട്ടും ഓടിക്കൊണ്ടിരിക്കുമ്പോ, യോ സിദ്ദീഖ്, എന്തിനാണ് നിങ്ങൾ മുമ്പോട്ടോടുന്നത്? എന്തിനാണ് ബേക്കോട്ടോടുന്നത്? യാ റസൂലല്ലാഹ്, അങ്ങയുടെ തലയെടുക്കണമെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ തലയെടുക്കുമെന്ന് പറഞ്ഞ് ആവേശത്തോടെ ഇറങ്ങിത്തിരിച്ച ഒരു സുബത്ത് ശൈബത്തിനെ പോലുള്ള ആളുകൾ അവിടുത്തെ തലയെടുക്കാൻ വേണ്ടി വരുന്നുണ്ട്. യാ ഹബീബ്,
അബൂബക്കറിന്റെ നെഞ്ചിലൂടെ ചവിട്ടിയിട്ടല്ലാതെ, ഈ അബൂബക്കറിന്റെ നേരിടത്തിലൂടെ ചവിട്ടിയിട്ടല്ലാതെ നബിയേ അങ്ങയുടെ മുഖത്ത് കൈ അനക്കാൻ ഞാൻ അനുവദിക്കൂല. സിദ്ദീഖ് തങ്ങൾ പറയാ, എന്തിനാണ് സിദ്ദീഖേ മുമ്പോട്ട് നടക്കുന്നത്? എന്തിനാണ് മുന്നോട്ട് നടക്കുന്നത്? നബിയേ, വല്ല പാമ്പുകളും തേളുകളും ഉണ്ടെങ്കിൽ ഈ അബൂബക്കറിനെ കൊത്തിയിട്ട് ഞാനങ്ങ് മരിച്ചാലും അവിടത്തേക്ക് ഒന്നും സംഭവിക്കരുത് നബിയേ. അതുകൊണ്ടാണ് ഞാൻ മുമ്പോട്ടോടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും കൂട്ടി ആ ഗുഹയിൽ പോയി ഇരുന്നില്ല സിദ്ദീഖേ. നിങ്ങളുടെ മടിയിലല്ലേ റസൂലുള്ള തലവെച്ച് കിടന്നത്? ആ സമയത്ത് വിഷമുള്ള പാമ്പുകൾ കൊത്തുമ്പോ കാലുകൊണ്ട് അമർത്തിപ്പിടിച്ച് വല്ലാത്ത വേദന അനുഭവപ്പെട്ടപ്പോ നിങ്ങളുടെ കണ്ണിൽ നിന്നൊരു തുള്ളി വെള്ളം നബി തങ്ങളുടെ മുഖത്തേക്ക് തെറിച്ചപ്പോ നെട്ടിയുടരുന്ന സമയത്ത് യാ സുദ്ദീഖ്, എന്താണ് കരയുന്നത്? നബിയേ, വലിയൊരു പാമ്പ് എന്നെ കൊത്തുന്നു നബിയേ, ശക്തിയായ വേദനയുണ്ട്, എന്നെ കൊത്തിയിട്ട് ഞാനെന്ന് മരിച്ചാലും അവിടത്തേക്കൊന്നും സംഭവിക്കാൻ പാടില്ലല്ലോ. റസൂലുള്ളാഹിനോട് പറഞ്ഞ ആ രാത്രി ഉണ്ടല്ലോ, ആ രാത്രിയിലെ ഒരു മിനിറ്റ് പാവപ്പെട്ട ഉമറിന് നൽകിയാൽ എന്റെ എല്ലാ അമലുകളും നിങ്ങൾക്ക് നൽകാം സിദ്ദീഖേ. ഉമറിൽ റസൂലുള്ളാഹിന്റെ മുന്നിലങ്ങ് വെച്ചു ഈ ചോരക്കുഞ്ഞിനെ. തങ്ങളെ, നാളെ യുദ്ധത്തിന് പോകുക എന്ന് പറയുന്നത് കേട്ടു. കാശായി തരാൻ എന്റെ കയ്യിലൊന്നുമില്ല, വീട്ടിൽ എന്തെങ്കിലും കൊണ്ടുവന്ന് നൽകാൻ അതും എന്റെ കയ്യിലില്ല. നാളെ യുദ്ധത്തിലേക്ക് പോകുമ്പോ ഈ 8 മാസം പ്രായമുള്ള ചോരക്കുഞ്ഞിനെ അങ്ങ് യുദ്ധത്തിന് കൊണ്ടുപോകണം നബിയേ. ഫതബസ്സമാ, കാരുണ്യത്തിന്റെ നേതാവ് പുഞ്ചിരിക്കുകയാണ്. അവിടുന്ന് പറയുന്നു, ഓ ഉമ്മാ, പൊന്നു സഹോദരി, 8 മാസം പ്രായമുള്ള ചോരക്കുഞ്ഞിനെ കിട്ടിയിട്ട് എന്താണ് ലഭിക്കാൻ പോകുന്നത്? യുദ്ധത്തിൽ എന്തൊരു നേട്ടമാണ് ലഭിക്കാൻ പോകുന്നത്? ആ സമയത്ത് ഈ ആശിഖത്തായ പെണ്ണ് പറയുന്നത്, യാ റസൂലല്ലാഹ്, അവിടുത്തെ നെഞ്ചിലേക്ക് അമ്പ് തൊടുത്തു വിടുമ്പോ നബിയേ, ഈ ചോരക്കുഞ്ഞിനങ്ങ് പിടിച്ചിട്ട് അവിടുത്തെ മാറിലേക്ക് ചേർത്തി വെക്കുമ്പോ അമ്പ് വന്ന് അങ്ങയുടെ നെഞ്ചിൽ തട്ടുന്നത് എന്റെ കുട്ടിയുടെ നെഞ്ചിലേക്ക് വന്ന് വീടുമ്പോ എന്റെ മകനങ്ങോട്ട് പിടഞ്ഞു പിടഞ്ഞു വീട് മരിക്കും. ആ കുട്ടിയുടെ ബറക്കത്ത് കൊണ്ട് യാ അല്ലാഹ്, പടച്ചവരെ, റസൂലുള്ളാഹിന്റെ നെഞ്ച് തടുത്തു പോയ നബി തങ്ങളുടെ മാറിടം തടുത്തത് എന്റെ മകനാൻ. ആ മകന്റെ ബർക്കത്ത് കൊണ്ട് റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് എനിക്ക് നൽകണേ അല്ലാഹ്. നബിയേ, ഞാനത് ദുആ ചെയ്യുന്നതാണ്, ഈ മകനെ അങ്ങ് സ്വീകരിക്കണമെന്ന് പറഞ്ഞു. സഹാബത്തിന്റെ കാലത്ത് ഒരു പെൺകുട്ടി എന്ന് വന്ന് നബി തങ്ങളുടെ കരങ്ങളിലേക്ക് കുട്ടിയെ കൊടുക്കുമ്പോ ഒന്നുമില്ലാത്തത് കൊണ്ട് ഇതൊന്ന് സമർപ്പിക്കുന്നുവെങ്കിൽ ഈ പാവങ്ങളായ നമുക്ക് അത്തൈത്ത് ഇലൈക യാ സനദി വഅൻത ഖൈറതി ലിഗദി ശഫീഉൽ ഖൽഖി ഖുദ് ബിയദി വകുൽ ഗൗതി റസൂലല്ലാഹ്. പുന്നാരത്തങ്ങളുടെ അരികിൽ ചെന്ന് എന്തെങ്കിലും ഒന്ന് സമർപ്പിക്കാൻ റസൂലുള്ളാഹിനെ മദ്ഹ് ചൊല്ലിയ മജ്ലിസിൽ വെച്ച്, പ്രിയപ്പെട്ട ആലിമീങ്ങൾ മുതഅല്ലിമീങ്ങൾ അടങ്ങിയ സദസ്സിൽ വെച്ച് ഉപ്പമാരെ ചോദിക്കുകയാണ്, നമ്മുടെ കയ്യിൽ വല്ലതുണ്ടോ? നമുക്ക് വേറെ ഒന്നുമില്ല. നബിത്തങ്ങളെ പിടിക്കാനുള്ള ആ ഒരു മനസ്സ് അല്ലാഹു നമുക്ക് ഏറ്റിത്തരട്ടെ. വേറെ ഒന്നും പൊന്നു പിതാക്കളെ നമ്മുടെ കൈവശമില്ല. വഅദ് കേൾക്കുന്ന ഉമ്മമാരെ, എന്താണ് നമ്മുടെ കയ്യിലുള്ളത്? റസൂലുള്ളാഹിനെ പിടിക്കാനുള്ള ഒരു മനസ്സ്. തമസ്സക് ബിൻ നബി വകുല്ലു സഅബിൻ യഹൂനു ഇദാ തമസ്സക ബിൻ നബി. ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു അവിടുന്ന് വല്ലാത്ത മദ്ഹ് അതിവിടെ ഞങ്ങൾ കേൾപ്പിച്ചു. ബൂസൂരി തങ്ങൾ ഉണ്ടാക്കിയ കിതാബിലെ വരികളാണ് നിങ്ങളെ കേൾപ്പിച്ചത്. ബൂസൂരി തങ്ങൾ വല്ലാത്ത സന്തോഷം. അൽഹംദുലില്ലാഹ്,
എനിക്ക് പുന്നാര തങ്ങളെക്കുറിച്ച് അല്പം മദഹ എഴുതാൻ കഴിഞ്ഞില്ലേ? ശിഷ്യഗണങ്ങളൊക്കെ കൂട്ടിയിട്ട് കടപ്പുറത്തേക്ക് അങ്ങനെ പോവുക. അപ്പൊ ചെറിയൊരു ചിലപ്പോൾ നിങ്ങൾ ഉസ്താദുമാരാരെങ്കിലും പറഞ്ഞു കാണുമെന്ന് വിചാരിക്കും. അവിടുന്ന് കടപ്പുറത്തേക്ക് അങ്ങനെ പോകുമ്പോ ഒരു കൊക്ക് എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലൊക്കെ പറയുന്ന ഒരു കൊക്ക് അതിങ്ങനെ കടലിൽ പോയിട്ട് ഇങ്ങനെ വെള്ളം കൊത്തുന്നുണ്ട്, വലിയൊരു കരത്തിലേക്ക് കൊണ്ടുവന്ന് അത് ഒഴിക്കുന്നു. അപ്പൊ ബൂസൂരി തങ്ങൾ പറഞ്ഞു, മക്കളെ കണ്ടോ, ആ ജീവി ബുദ്ധി ഇല്ലാത്തത് കൊണ്ടല്ലേ. ഇതിന്റെ ജീവിതകാലം മുഴുവൻ ഈ വെള്ളം ഇങ്ങനെ കൊത്തിയെടുത്തിട്ട് കിണറ്റിൽ കൊണ്ടൊഴിച്ച കിണർ നിറയോ? ബുദ്ധി ഇല്ലാത്തതുകൊണ്ടാണ്. അതാ കൊക്ക് തിരിഞ്ഞുകൊണ്ട്, ബൂസൂരി തങ്ങളെ, എനിക്കല്ല ബുദ്ധിയില്ലാത്തത് നിങ്ങൾക്കാൻ. ഞാൻ ഈ സമുദ്രത്തിൽ നിന്ന് വെള്ളം കൊത്തിയിട്ട് ആ കാണുന്ന കിണറിലേക്ക് കൊണ്ടുപോയി നിറക്കുമ്പോ എപ്പോഴാ നിറയാ എന്നല്ല ചോദിച്ചത്. എന്നാൽ ലോകത്ത് അല്ലാഹു പടച്ച ഏറ്റവും വലിയ ബഹർ മുഹമ്മദുർ റസൂലുള്ളാഹി നബി തങ്ങളാകുന്ന സമുദ്രത്തിൽ നിന്ന് നിങ്ങളുടെ ബുറുദയിൽ ഇങ്ങനെ അല്പം കൊത്തിവെച്ചത് കൊണ്ട് എവിടെ എത്താനാ തങ്ങളെ? ബൂസൂരി അന്താളിച്ചു പോയി. മദ്ഹതു മുഹമ്മദൻ ബിമഖാലതി വലാകിൻ മദ്ഹതു മഖാലതി ബിമുഹമ്മദി. പ്രിയപ്പെട്ട ശിഷ്യഗണങ്ങളോട്, എന്റെ മക്കളെ, റസൂലുള്ളാഹിന്റെ മദ്ഹ് ഞാൻ പറഞ്ഞിട്ടില്ല. അവിടുത്തെ ബർക്കത്ത് ലഭിക്കാൻ വേണ്ടി 2 വാക്ക് ഞാൻ എഴുതി. ഇതേ എനിക്ക് പറയാനുള്ളൂ. ബൂസൂരി തങ്ങള് അന്തം വിട്ട് അത്ഭുതപ്പെട്ടുകൊണ്ട് പ്രിയപ്പെട്ട ശിഷ്യഗണങ്ങളോട് പറയുന്നുവെങ്കിൽ ബൂസൂരി ഇമാമിനെപ്പോഴും അത്ഭുതപ്പെടുത്തിയ വാക്കുകൾ ഒരു ജീവി പറയുമ്പോ ആ ജീവി പറഞ്ഞു, എന്റെ റഹ്മത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് ഓരോ ജീവികളും പറയുമ്പോ ഹാദല്ലദീ ഇദ് ദഅ ജാഅത് ലഹു ശജറു തജറു അസ്ലൻ ലഹാ സഅയൻ ലാ അജരി. നബി തങ്ങളതാ അത്ഭുതകരമായി മരങ്ങളൊക്കെ മാടി വിളിക്കുമ്പോ വേരുകളങ്ങ് പുഴക്കിക്കൊണ്ട് ഇലാ ഹദ്റത്തിൻ നബിയിൽ മുസ്തഫ, നബി തങ്ങളുടെ അരികിലേക്ക് വന്നു സലാം ചൊല്ലുന്ന മരങ്ങള്. എല്ലാ ജീവികളും വല്ലബ് കല്ലബഹു ജഗരൻ അലൽ ജമൽ മഅൽ ജമൽ, ഒട്ടകങ്ങൾ വന്ന്, ഉടുമ്പുകൾ വന്ന്, എല്ലാ ജീവികളും വട്ടം കൂടാ. എല്ലാവരുടെയും റഹ്മത്താണ്. ആ കൂട്ടത്തിലാണ് ചെറിയൊരു ഉറുമ്പ് വന്ന് നബി തങ്ങളുടെ തള്ളവരിൽ കയറിയിരിക്കുകയാണ്. യാ റസൂലല്ലാഹ്, നബിയേ, ഈ ഉറുമ്പിനും അങ്ങ് റഹ്മത്തല്ലേ? ഇവിടെ ആളുകൾക്ക് എന്നെ ചവിട്ടിക്കൊല്ലും, അതിനാണ് ഞാൻ അവിടുത്തെ കാലിൽ വന്നിരിക്കുന്നത്. അങ്ങ് എനിക്ക് പൊരുത്തപ്പെട്ട് തരണം. അങ്ങയുടെ കാലിൽ ഇരിക്കാൻ ഞാൻ അർഹനല്ല. ഉറുമ്പ് വന്ന് നബി തങ്ങളുടെ അരികിൽ കണ്ണുനീരൊടുക്കുന്നത് ചരിത്രത്താളുകളിൽ മഹത്തുക്കളായ പണ്ഡിത മഹത്തുക്കൾ വിവരിക്കുന്നുവെങ്കിൽ ആ നബി തങ്ങളെ മുറുകെ പിടിക്കാനുള്ളൊരു മനസ്സ്. ഓ മുസൽമാൻ, കടമുള്ള പിതാക്കളെ, റസൂലുള്ളാഹിനെ മുറുകെ പിടിച്ചാൽ, നബി തങ്ങളെ മനസ്സിൽ ഇറക്കി വെച്ചാൽ കടത്തോടൊരു മനുഷ്യൻ മരിക്കുകയില്ല. റസൂലുള്ളാഹിയുണ്ടോ? കടത്തോടെ മരിക്കില്ല. കച്ചവടക്കാരാണോ? ബറക്കത്ത് വേണോ? നബി തങ്ങളെ കൽബിൽ വെക്കണം. ഏകദേശം 70ഓളം വരുന്ന കാര്യങ്ങള് ആശിക്കീങ്ങൾ പറയാ, അത് നിങ്ങളുടെ ഹൃദയത്തിൽ വെച്ചാൽ അവസാന നിമിഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി പുന്നാര തങ്ങളുടെ മുഖം കണ്ട് സലാം പറഞ്ഞുകൊണ്ട് മരിക്കാൻ കഴിയും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് ബുർദയുടെ മജ്ലിസിൽ ഞാൻ 2-3 സംഭവങ്ങൾ പറയാം. സമയം വൈകിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി ഞാൻ പെട്ടെന്ന് നിർത്തും. 2-3 സംഭവങ്ങൾ പറയും. അതോടുകൂടെ നിങ്ങളുടെ ഹൃദയം, എന്റെയും നിങ്ങളുടെ മനസ്സിൽ അത് സൂക്ഷിച്ചു വെക്കണം. റസൂലുള്ളാഹിനെ ഖൽബിൽ ഇറക്കി വെക്കണം. നമുക്ക് പുഞ്ചിരിച്ച് മരിക്കാം. അല്ലേ, നമ്മുടെ ഖബറൊക്കെ തീകുണ്ടാരമായിരിക്കും. പാവങ്ങളാ, ഒരു അമലില്ലാത്ത സാധുക്കളാ, ഒരു അമലില്ല നമുക്ക്. റസൂലുള്ളാഹിനെ പിടിക്കണം നമുക്ക്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഏത് ഘട്ടത്തിലും
നമ്മെ സഹായിക്കുന്ന ഒരു നേതാവ്. ഏതൊക്കെ പാപങ്ങളുണ്ടോ ആരും നീട്ടിയിട്ട് നബിയേന്ന് വിളിച്ചാൽ റസൂലുള്ള തട്ടിയിട്ടില്ല. പക്ഷേ നമുക്കതിന്റെ ഗൗരവം അറിയൂല. റസൂലുള്ളാഹി തങ്ങളെ മുറുകെ പിടിക്കാനുള്ളൊരു മനസ്സ് ഒരു മുസ്ലിമിനുണ്ട് എങ്കിൽ ജീവിതമൊക്കെ സന്തോഷകരമാണ്, കുടുംബത്തിൽ സന്തോഷകരമാണ്. മരിക്കുമ്പോ പുഞ്ചിരിച്ച് മരിക്കുകയും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുകയും ചെയ്യാം. മഹാന്മാര് പഠിപ്പിക്കുമ്പോ അതിനെന്താണ് മാർഗമുള്ളത്? എന്താണ് വഴി? റസൂലുള്ളാഹിനെ പിടിക്കുന്നത് വെറുതെയാണോ? ഏതൊക്കെ ആളുകളുണ്ടോ, ഏതൊക്കെ ജീവികളുണ്ടോ, ഏറ്റവും വലിയൊരു ശത്രുവാണ് എങ്കിൽ ആ ശത്രുവിന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ച റസൂലുള്ളാഹി. ഒരു ജീവികളെയും ഒരു മതവിശ്വാസികളെയും ആക്രമിക്കരുതെന്ന് പഠിപ്പിച്ച കാരുണ്യത്തിന്റെ നേതാവ് ഇന്ന് പരസ്പരം വിദ്വേഷവും ഭീകരതയും തീവ്രതയും എന്നൊക്കെ പറഞ്ഞ് ഭീകരവാദവും തീവ്രവാദവും പറഞ്ഞ് നടക്കുന്ന ഈ കാലഘട്ടത്തിൽ നബി തങ്ങളുടെ ഹുബ്ബ് വെച്ച് അവിടുത്തെ കൈകൊണ്ട് വെള്ളം കുടിക്കാൻ ആഗ്രഹിക്കുന്ന ഇസ്ലാമിന്റെ പടയാളികളായ ചെറുപ്പക്കാരെ, ആ നേതാവിനെ കൽബിലൊന്ന് എടുത്തു വെക്കണ്ടേ? ഏറ്റവും വലിയ ശത്രു നബി തങ്ങളെ കൊന്നൊടുക്കാൻ വേണ്ടി വന്നവനാണ്. അവസാനം ഒന്നും കിട്ടുന്നില്ല. വീട്ടിൽ കാഷ്ടിച്ചുകൊണ്ട് ഒന്നിനും കഴിയില്ലെങ്കിൽ നമുക്കൊരു ഭാഷയുണ്ട്, അത് പ്രയോഗിച്ച് പ്രവൃത്തിയിൽ പ്രായോഗികവൽക്കരിച്ച് ഇവനങ്ങ് പുറപ്പെടുകയാണ്. നബിത്തങ്ങളെ കൊല്ലാൻ വേണ്ടി മൂർച്ചയുള്ള കത്തി അരയിൽ വന്ന് കുവച്ചവൻ അവനാണ് പിടുത്തം കിട്ടാതെ പോകുന്നത്. അവന്റെ കത്തി മറന്നു വെച്ചു. എന്താണ് ചെയ്യുന്നത്? നബി തങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വന്നപ്പോ കാരുണ്യത്തിന്റെ നേതാവ് മോനെ എന്തേ ചായ കുടിക്കാതെ പോയത്? റസൂലുള്ള അവനെ ഇരുത്തി ചായ കൊണ്ടുവന്ന് കൊടുക്കുമ്പോ ഇവനതാ കുടിക്കുന്നു. തൊട്ട് ഇപ്പുറത്തിവൻ കാഷ്ടിച്ച ഭാഗം കഴുകി വൃത്തിയാക്കുന്ന രംഗം ഈ ശത്രുവങ്ങ് കണ്ടപ്പോ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമ ചൊല്ലിക്കൊണ്ട് ദീനിലേക്ക് കടന്നു വന്ന് നബിയേ, ഇതാണോ മുഹമ്മദ് നബി? അറിയൂല തങ്ങളെ, എനിക്ക് മാപ്പ് തരണം, എനിക്ക് പൊരുത്തപ്പെട്ട് തരണം. ഇത് പറഞ്ഞ് റസൂലുള്ള പൊരുത്തപ്പെട്ട് വന്നു പോകുമ്പോ ഒരു പെൺകുട്ടി ഓടി വന്ന് യാ റസൂലല്ലാഹ്, ഹംസത്തുൽ കറാറിന്റെ കരള് കടിച്ചു തുപ്പിയ വഹ്ശിക്ക് മാപ്പ് കൊടുത്ത നബിയേ, എന്റെ ഭർത്താവ് അബൂജഹലിന്റെ മകനാണ്, അബൂജഹലിന്റെ മകൻ ഇക്രിമയാണ്. ഇക്രിമ വന്ന് അങ്ങ് മാപ്പ് കൊടുക്കോ? എത്ര ആളുകളെ കല്ലെടുത്തെറിഞ്ഞവരാണ് ഇക്രിമ. ആ സമയത്ത് റസൂലുള്ള പറയുന്നു, മോളെ ഇക്രിമ അങ്ങ് എന്റെ അരികിൽ വന്നാൽ എന്റെ മകൻ ഇബ്രാഹിം എന്ന കുട്ടിയോട് കാണിക്കുന്ന സ്നേഹം ഞാൻ ഇക്രിമയോട് കാണിക്കുന്നതാണ്. അനുജന്മാരെ, എന്തിനാണ് നമ്മളൊക്കെ? കൂട്ടുകാരെ, ഏതെങ്കിലും ഒരു മതവിശ്വാസികളെ ആക്രമിക്കാനോ ചീത്ത പറയാനോ തെറിവിളിക്കാനോ കാരുണ്യത്തിന്റെ നേതാവിന്റെ അനുയായികൾക്ക് പാടില്ല. റസൂലുള്ളാഹിന്റെ പൊന്നുമക്കൾക്ക് പാടില്ല. ആ നബിത്തങ്ങളാ പറയുന്നത്, ഇക്രിമ എന്റെ അരികിൽ വന്നാൽ എന്റെ കുട്ടിയെപ്പോലെ ഞാൻ സ്നേഹിക്കുന്നതാണ്. ഉടൻ തന്നെ പോകുന്നു ആ പെണ്ണ് ഭർത്താവിനോട് പറയുന്നു, മുഹമ്മദിന്റെ അരികിലേക്ക് പോകണം. മുഹമ്മദോ, എന്നെ കിട്ടിയാൽ എന്നെ കഷ്ണമാക്കിക്കളയും, ഉമർ എന്നെ കഷ്ണമാക്കിക്കളയും. ഇല്ല, ഞാൻ നിങ്ങളെ സഹായിക്കും. ഈ പെണ്ണ് കൈപിടിച്ചങ്ങനെ പോകുമ്പോ സിദ്ദീഖ് അപ്പുറത്തുണ്ട്, ഉമർ ഫാറൂഖിനെ ഇപ്പുറത്തും കണ്ടപ്പോ തരിച്ചു വിറച്ചു നിൽക്കുന്ന ഇക്രിമ, മോളെ ഞാനില്ല. അവിടുത്തെ മുഖമങ്ങ് മറച്ചിട്ട് റസൂലുള്ളാഹിനോട് നീ ചെന്നിട്ട് ചോദിക്ക്, ഇക്രിമ വരുന്നുണ്ട്, മാപ്പ് കൊടുക്കോ ഒന്നൊന്ന് ചോദിക്കണം. ഈ പെണ്ണ് ഓടി ചെന്നിട്ട് അതാ അബുമഹാനായ ഹംസത്തുൽ കറാറിന്റെ കരള് കടിച്ചു തുപ്പിയിട്ട് അവിടുത്തെ തലച്ചോടെടുത്ത് അതിൽ വെള്ളം ഒടുക്കിയിട്ട് ആർക്കാണ് വെള്ളം വേണ്ടത് എന്ന് ചോദിച്ച ആൾക്ക് മാപ്പ് കൊടുത്ത നബിയേ, ഇക്രിമ വരുന്നു, മാപ്പ് കൊടുക്കുമോ? എന്റെ കുട്ടിയാണ് ഇക്രിമ, എന്റെ മകനാണ്. റസൂലുള്ളാഹിന്റെ വാക്ക് കേട്ടപ്പോ
ആ മുഖത്തുള്ള വസ്ത്രമങ്ങ് പൊക്കിയിട്ട് യാ റസൂലല്ലാഹ്, അബൂജഹലിന്റെ മകൻ ഇസ്ലാമിലേക്ക് കടന്നു വന്ന് റസൂലുള്ളാഹിനെ കൈയെന്ന് പിടിച്ചിട്ട്, തങ്ങളെ ഇതാണോ അന്ന് എന്റെ വാപ്പയൊക്കെ പറഞ്ഞത് കേട്ട് തെറ്റിദ്ധരിച്ചു നബിയേ, അങ്ങയെക്കുറിച്ച് പഠിച്ചില്ലല്ലോ. പുന്നാര തങ്ങള് ഇക്രിമയുടെ തലയിൽ കൈവച്ചിട്ട് സ്വഹാബത്തിനോട് പറയുന്നു, സ്വഹാബാ, ഇന്ന് മുതൽ ഇക്രിമയുടെ മജ്ലിസിൽ വെച്ച് അബൂജഹലിന്റെ പേര് കേട്ടാൽ ലഅനത്തുല്ലാഹ് എന്ന് പറയരുതേ. എന്റെ ഇക്രിമയുടെ മനസ്സ് വേദനിച്ചാലോ ലഅനത്തുല്ലാഹ് എന്ന് പറയരുത്. എന്റെ മക്കളാൻ മുഹമ്മദുർ റസൂലുള്ളാഹി, കാരുണ്യത്തിന്റെ നേതാവ് ത്വാഹ റസൂലുള്ളാഹി. ആ നബി തങ്ങളുടെ കുട്ടികളായ നമുക്ക് രാജ്യത്ത് ഭീകരവാദമോ ഏതെങ്കിലും മതവിശ്വാസികളെ ആക്രമിക്കാനോ കൊള്ളയടിക്കാനോ ഏതെങ്കിലും ഒരു ഹൈന്ദവ സുഹൃത്തിന്റെ വീട്ടിൽ ചെന്ന് കൊള്ളയടിക്കാനോ അരുത്. ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. ഒരൊറ്റ മതവിശ്വാസികളെ ചീത്ത പറയാൻ പുന്നാര തങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെയല്ല. ആ നല്ല സ്വഭാവം കണ്ടിട്ട് ഞാനിതാ 2-3 കാര്യമെന്ന് പറയാ. നല്ല സ്വഭാവം കണ്ടിട്ട് എത്ര ആളുകളാ ഒഴുകി വരുന്നത്. ഒരു കാട്ടറബിയായ മനുഷ്യൻ, ഒരു വിവരവുമില്ലാത്ത കാട്ടറബി ഓടി വന്നിട്ട് നബി തങ്ങളുടെ അരികിൽ, യാ മുഹമ്മദ്, മുഹമ്മദേ. പേര് കേട്ടപ്പോ വിളി കേട്ടപ്പോ തോന്നിയത് കാട്ടറബിയാണ്, ഇതൊരു ആറാബിയാണ്. ഈ കാലഘട്ടത്തിലൊരു നമ്മളൊക്കെ ഒരു ബിദഅത്തുകാരനെ കുറിച്ച് കിലാബുന്നാർ, നരകത്തിലെ പട്ടിയാണെന്ന് ബിദഅത്തുകാരനെ കുറിച്ച് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അസ്ഹാബുൽ ബിദഇ കിലാബുന്നാർ, ബിദഅത്തുകാരൻ നരകത്തിലെ പട്ടിയാണ്. ഇത് പഠിപ്പിച്ച മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ നബി തങ്ങളുടെ അരികിലേക്കാണ് കാട്ടറബിയാര് മരിച്ചല്ലോടി വന്ന്, യാ മുഹമ്മദ്, മുഹമ്മദേ. റസൂലുള്ളാഹിക്ക് മനസ്സിലായി ഇതൊരു അങ്ങനെ അത്ര വിവരമില്ലാത്ത ആളാണ്, ഒരു കാട്ടറബിയ. അപ്പൊ ആ മനുഷ്യൻ പറയാ, നിങ്ങളൊക്കെ പാവങ്ങളെ സഹായിക്കുന്ന ആളാന്ന് കേട്ടിട്ടുണ്ട്. അതാ ഇരിക്കുന്ന അബൂബക്കർ ഇന്നലെ എന്റെ വീട്ടിൽ വന്ന് എന്നെ ഭീഷണിപ്പെടുത്തി അബൂജഹൽ എന്റെ ഒട്ടകത്തെ കൊണ്ടുപോയി. എനിക്ക് 8 മക്കളുണ്ട്. ആ മക്കളെ പോറ്റാൻ മുഹമ്മദേ ആരുമില്ല. റസൂലുള്ളാഹി എന്നല്ല വിളിക്കുന്നത്, മുഹമ്മദേ എനിക്ക് ആരുമില്ല. ഞാനങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് അബൂജഹൽ എന്നെ ഭീഷണിപ്പെടുത്തിയുള്ള ഒട്ടകം കൊണ്ടുപോയി. ഇനി ഒരു വഴിയില്ല. അപ്പൊ അബൂബക്കർ അവിടെ ഉണ്ട്. ഞാൻ ചോദിച്ചു, അബൂബക്കറെ എനിക്കൊന്നുമില്ല, എന്നൊന്ന് രക്ഷപ്പെടുത്തണം, എന്റെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ ഒന്നുമില്ല. അപ്പൊ അബൂബക്കർ പറഞ്ഞു, അതാ ഇരിക്കുന്ന ആ മനുഷ്യന്റെ അടുത്ത് പോയാ മതി. ഞാൻ അങ്ങനെ നിങ്ങളുടെ അരികിൽ വന്നിരിക്കുന്നത്, നിങ്ങൾ ആരാണെന്ന് എനിക്കറിയില്ല. അല്ലാഹുവിന്റെ ഹബീബ്, ഈമാനുള്ള കൂട്ടുകാരെ, റസൂലുള്ള എഴുന്നേറ്റിട്ട് കുപ്പായം ധരിക്കുകയാണ്, വസ്ത്രം ധരിക്കുകയാണ്. അപ്പൊ കാട്ടറബി കൈപിടിച്ചിട്ട് പറയുന്നു, മുഹമ്മദേ, നിങ്ങൾ ഒരിക്കലും വസ്ത്രം ധരിച്ച് പുറത്തിറങ്ങരുത്. കാരണം നിങ്ങൾ ദുആ ചെയ്താൽ എന്റെ ഒട്ടകം കിട്ടുമെന്ന് അബൂബക്കർ പറഞ്ഞപ്പോ ഞാൻ വന്നതാണ്. എനിക്ക് വേണ്ടി പുറത്തിറങ്ങരുത്. ഞാൻ വരുന്ന സമയത്ത് വഴിയിൽ ധീരനായ ഉമർ വാള് പിടിച്ചു നിൽക്കുന്നുണ്ട്. ഞാൻ ഉമറിനോട് ചോദിച്ചു, ആരുടെ തലയെടുക്കാനാണ്? ഇന്നലെ ദാറുൻ നദ്വത്തിൽ വെച്ച് പ്രഥമ മീറ്റിംഗ് കൂടി. ആ മീറ്റിംഗിൽ അബൂജഹലായിരുന്നു അധ്യക്ഷം വഹിച്ചത്. ആ അബൂജഹൽ പറഞ്ഞത്, ആരാണോ മുഹമ്മദിന്റെ തലയെടുത്തു വരുന്നത് അവർക്ക് എന്റെ വക 100 ഒട്ടകം കൊടുക്കാം. മോനെ, ഈ ഉമർ അങ്ങ് ഏറ്റിരിക്കുകയാണ്. മുഹമ്മദിനെ കാണിച്ചു തന്നാലും നിനക്കും ഞാൻ ഒട്ടകം നൽകാം. നബിയെ, ഞാൻ ഉമറിന് പറഞ്ഞു കൊടുത്തില്ല. നിങ്ങൾ പാവങ്ങളെ സഹായിക്കുന്ന ആളാണെന്ന് കേട്ടപ്പോ നിങ്ങളെ കാണിച്ചു കൊടുക്കാൻ എനിക്ക് മനസ്സ് വന്നില്ല. അതുകൊണ്ട് നിങ്ങൾ എങ്ങോട്ടും പോകരുത്, ഇവിടെ നിന്ന് ദുആ ചെയ്താൽ മതി. റസൂലുള്ളാഹി അവിടുന്ന് പുഞ്ചിരിച്ച്, ഇന്നല്ലാഹ ഖലഖൽ ജന്നത ലിമൻ അതാഅ വലൗ കാന അബ്ദൻ ഹബശിയാ. മോനെ, ലോകത്ത് അല്ലാഹുവിനെയല്ലാതെ മറ്റാരെയും പേടിക്കണ്ട. നിങ്ങളുടെ ഒട്ടകം എവിടെയാണ്? അത് വാങ്ങിത്തരണ്ടേ. എന്റെ ചെറുപ്പക്കാരെ, റസൂലുള്ള കുപ്പായം ധരിച്ചിട്ട് ഏറ്റവും വലിയ ശത്രുവിന്റെ അടുക്കളയിലേക്ക് പോവുകയാണ്. അബൂജഹലിന്റെ വീട്ടിലേക്ക്, പറമ്പിലേക്ക് പോവുകയാണ്.
അങ്ങനെ ചെന്ന് അബൂജഹലിന്റെ വാതിൽക്കലെത്തി. വാതിലങ്ങ് വിട്ടുന്നു. സുബ്ഹാനല്ലാഹ്. ലോകത്തെ ഏറ്റവും വലിയ ശത്രു മുഹമ്മദിന്റെ തലയെടുക്കുന്നവർക്ക് 100 ഒട്ടകം കൊടുക്കാമെന്ന് പറഞ്ഞ അബൂജഹല് അവന്റെ അടുക്കളയിൽ പോയി പാവങ്ങളുടെ ഒട്ടകം വാങ്ങിക്കൊടുക്കാൻ പോവുക. റസൂൽ അവിടെ ചെന്നു. വാതിലിങ്ങനെ വിട്ടാ നിൽക്കുമ്പോ വീട്ടിൽ വല്ലാത്ത കലഹം. എന്താണ്? ഭാര്യയും ഭർത്താവും ശങ്കിക്കുകയാണ്, പരസ്പരം കലയിക്കുക. എന്താ ഭാര്യ പറയുന്നറിയോ? നിങ്ങളിപ്പോ മുഹമ്മദിന്റെ തലയെടുത്തു കൊണ്ടുവരുന്നവർക്ക് 100 ഒട്ടകം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടില്ലേ? പോയിരിക്കുന്നത് ഉമറാണ്. ഉമർ 100 ഒട്ടകം എടുത്തവരും കൊണ്ടുവരും, തർക്കല്ല. ഉമർ മുഹമ്മദിന്റെ തല കൊണ്ടുവരും, തർക്കല്ല. അങ്ങനെ കൊണ്ടുവന്നാൽ ഉമറിന് 100 ഒട്ടകം കൊണ്ട് കൊടുക്കല് പോയി 10 ഒട്ടകം നിങ്ങളുടെ കയ്യിലുണ്ടോ? ഉള്ളത് തന്നെ പാവങ്ങളുടേത് കട്ടുകൊണ്ടുവന്നതല്ലേ ഈ പെണ്ണ്. അപ്പൊ അബൂജഹല് മോളെ നീ മിണ്ടാതെ, അതൊക്കെ പറഞ്ഞ് സോൾവ് ചെയ്യാം, അതൊക്കെ പറഞ്ഞ് സോൾവ് ചെയ്യാം. അപ്പൊ അബൂജഹലിന്റെ ഭാര്യ പറയാ, പറഞ്ഞ് സോൾവ് ചെയ്യലല്ല, ഉമറിങ്ങനെ തലയുമായിട്ട് വരും, എന്നിട്ട് 100 ഒട്ടകം കൊടുത്തില്ലെങ്കിൽ 2ാമത്തെ തല ഉമർ നിങ്ങൾ കൊടുക്കുക. അപ്പുറത്തുള്ള വാതിൽ. അല്ലോ, എന്റെ പ്രായമുള്ള പിതാക്കളെ, ഏത് നിമിഷമാണ് നോക്കി റസൂലുള്ള അപ്പടാ വാതിൽ വിട്ടുന്നത്. ആരാ വാതിൽ വിട്ടുന്നത്? പെണ്ണ്. മോളെ, അൽ അമീൻ, 40 കൊല്ലത്തെ അൽ അമീനല്ലേ അബൂജഹലിന്റെ ഭാര്യ? അൽ അമീനല്ലേ വിളിച്ചത് റസൂലുള്ളാഹിനെ? എല്ലാ മക്കക്കാരും അൽ അമീൻ എന്ന് വിളിച്ചു. പിന്നെയല്ലേ മോശമായത്? പിന്നെയല്ലേ റസൂലുള്ളാഹിനെ പറ്റാതെ വന്നത്? നബി തങ്ങളങ്ങ് വാതിൽ മുട്ടിയപ്പോ ആരാണെന്ന് ചോദിക്കുന്ന പെണ്ണിനോട് കാരുണ്യത്തിന്റെ നേതാവ് പറയുന്നത് അൽ അമീൻ. ആ പെണ്ണ് വാതിലങ്ങ് വന്ന് തുറന്നപ്പോ നബി തങ്ങളെ തന്നെയാണ് കാണുന്നത്. കണ്ടോ, ഒരു വഹാബിച്ച് പെണ്ണ് മോഡല തുറന്ന വാതിലങ്ങ് അടച്ചിട്ട് ഓടുന്നു. അബൂജഹലിനോട് ഭർത്താവിനോട് പറയാ, മരിച്ച എന്തിനാണ് ഉമറിന് എന്തിനാണ് 100 ഒട്ടകം കൊടുക്കുന്നത്? മുഹമ്മദാണ് നമ്മുടെ വാതിൽക്ക്, നിങ്ങൾക്ക് പോയി തലെടുത്തൂടെ, എന്നാ പിന്നെ 100 ഒട്ടകം കൊടുക്കണം. അപ്പൊ അബൂജഹല്, മുഹമ്മദോ നമ്മളെ വാതിൽക്കൽ, നമ്മുടെ പറമ്പിൽ അത്ര ധൈര്യം വരും? 100 ഒട്ടകം ഞാൻ മുഹമ്മദിന്റെ തലക്ക് വേണ്ടി പ്രഖ്യാപിച്ചതാണ്. ആ മുഹമ്മദ് നമ്മുടെ വാതിൽക്കൽ വരെ, അതെനിക്കത്ര വിശ്വാസമല്ല. അപ്പൊ പെണ്ണ്, നിങ്ങളിപ്പോ മുഹമ്മദ് വാതിൽക്കൽ ഒരാള് പോകും, വേണമെങ്കിൽ പോയി തലെടുത്തു. വാള് കൊടുത്തു. അബൂജഹല് വാളെടുത്തു. എന്നിട്ട് അബൂജഹൽ ഓടി വരിക. വാതിലങ്ങ് തുറന്നു. തുറന്ന വാതിൽ അതേ സ്പീഡിൽ അങ്ങോട്ട് അടച്ചു. എന്നിട്ട് അവന്റെ കയ്യിലുള്ള വാള് നിലത്ത് വീണ് ഒരൊറ്റ ഓട്ട. വീട്ടില് അടുക്കളയുടെ പരിസരത്തൊരു കട്ടിലുണ്ട്. ആ കട്ടിലൂടെ വീണ് ഫബാല. അബൂജഹൽ മൂത്രമൊഴിച്ചു. അബൂജഹലങ്ങ് മൂത്രമൊഴിച്ചു. അറബികൾക്കൊരു സ്വഭാവമുണ്ട്, ഭർത്താക്കന്മാർ ഭീരുക്കളായാൽ അവരവരുടെ പെട്ടിയെടുത്ത് അവര് പോകും. ഈ പെണ്ണിന്റെ പെട്ടിയെടുത്ത് സൂട്ട് കേസ് എടുത്തിട്ട് സാരിയും ബ്ലൗസും ജാക്കറ്റും ഒക്കെ മടക്കി വെക്കുക. അബൂജഹലിന്റെ ഭാര്യയുടെ വസ്ത്രമായിരുന്നു ബ്ലൗസും ജാക്കറ്റൊക്കെ. റസൂലുള്ളാഹിന്റെ ഭാര്യമാരുടെ വസ്ത്രമായിരുന്നു പരദയും ബുർത്തയൊക്കെ. ഇപ്പൊക്കെ മാക്കൂസ, ഇറച്ചിക്കോഴി, കോഴി ഇറച്ചി, താലൊക്കെ മാക്കൂസ. ഇരിക്കട്ടെ, ഇവിടെ ഉമ്മമാര് വേല കേൾക്കണ്ടാവും. അവരിരിക്കുന്ന നോക്കണ്ട, പൂച്ചക്കുട്ടികളെ പോലെ. എത്ര പുലിക്കുട്ടികൾ ഭൂമിയിൽ വേറല്ല. നമ്മളെ സ്ത്രീകളെ കണ്ടാ തോന്നിപ്പോ പൂച്ചക്കുട്ടികളാണ്. അവരത്ര തന്ത്രമുള്ള ജീവികൾ. ഇപ്പൊ ഞാനിപ്പോ മുണ്ടക്കുളത്ത് വെച്ച് പ്രസവിച്ചപ്പോ ഞാൻ 15 കൊല്ലം മുമ്പുള്ള കഥയാണ് പറഞ്ഞത്. അവരിയ്ക്കുന്ന കണ്ടത് അല്ലാഹു തആല ഭൂമിയിൽ പടച്ച പടപ്പുകളില് തന്ത്രമുള്ള ജീവികൾ 2 എണ്ണം. ഒന്ന് കുറുക്കനും മറ്റൊന്ന് സ്ത്രീകളും. ഇവരിയ്ക്കുന്ന നോക്കണ്ടേ. ഞാൻ മുണ്ടക്കുളത്തുനിന്ന് പറഞ്ഞു, 15 കൊല്ലം മുമ്പ് ഞാൻ മുണ്ടക്കുളത്ത് നീറാടി എന്ന സ്ഥലത്ത് ബാധുനെന്ന്. ഇന്ന് ഞാൻ അവിടെ പോയി. അപ്പൊ ഞാൻ പറഞ്ഞു, അന്ന് എന്താചാര്യ നിങ്ങളെ കയ്യിലെ നൂല് ഒരു അനുഭവം ചോദിച്ച. അപ്പോ ഉസ്താദെ, വീട്ടേത്തിക്കൊരു ചെരുപ്പ് വേണം, നൂല് കൊണ്ട് അളവെടുത്തിട്ട് ചെരുപ്പ് വാങ്ങാൻ പോവുകയാണ്. നിങ്ങൾ അളവെടുത്തോക്കാൻ. അപ്പൊ അവിടെ ചിരിക്കോ എന്റെ സഫീഹേ, എനിക്ക് കിട്ടിയൊരു പൊട്ടൻ അന്തങ്ങമ്മി. ചിരിക്കൂലേ? നിങ്ങൾ നൂലുകൊണ്ട് അളവെടുക്കാൻ പോയിക്കാണ്. വീട്ടേത്ത് നമ്മളെ ഭാര്യമാർക്ക് നിങ്ങൾ അളവെടുത്ത് നോക്കാൻ പോയി. ഭാര്യ എന്നൊക്കെ നമ്മുടെ നാട്ടിൽ വീട്ടത്തൊക്കെ പറയട്ടോ. ഇവിടുന്ന് വിട്ടപ്പോ മിഞ്ഞാന്ന് ഞാൻ മംഗലാപുരത്ത് വാതിലുണ്ട്. അവിടെ ഭാര്യ പഞ്ചായത്തിന്റെ പേരാണ്. അവിടെ സ്ത്രീകൾക്കൊക്കെ പെരിച്ചായി എന്നറിയാം. ഓരോ നാട്ടിലെ മുത്താലിമിക്കൊക്കെ അറിയാം പെരിച്ചായി എന്നറിയാം. ഓരോ നാട്ടിലും വരാം.
ഭാര്യമാർക്ക് സുഖപ്രസവം കൊടുക്കുന്നവർ ധാരണ അവരിങ്ങനെ തിരിക്കുക, പെരിച്ചായികൾക്ക് സുഖപ്രസവം കൊടുക്കുന്നവർ ധാരണ. ഓരോ നാട്ടിലൊരു ആദത്തല്ലേ. ഇരിക്കട്ടെ, ഞാൻ പറയുന്നത് എന്തൊരു തന്ത്രമറിയവര്. അവരെങ്ങനെ ഇരുട്ടത്തിരിക്കണോക്കണ, നല്ല തന്ത്രമുള്ള ജീവികളാണ്. അവര് പറഞ്ഞു, നിങ്ങളിങ്ങനെ പോയിട്ട് വീണ്ടും വന്ന് പോയി 4 വട്ടം നടക്കണം, ഞാൻ നിങ്ങളെ കൂടെ അങ്ങ് വരാൻ. നമുക്ക് തോന്നി എനിക്ക് കിട്ടിയൊരു മുത്ത് വല്ലാതെ സത്താണ്, നല്ല സ്നേഹമുള്ള നിധി. നമ്മളങ്ങനെ കൂടിക്കൊടുത്ത് കൊണ്ടുപോയി കടന്റെ ബാക്കിൽ നിർത്തി ഒരു ചെരുപ്പൊക്കെ എടുത്തിട്ട് മതിയാ അത് മതിയാ. എന്റെ പൊന്നു നാട്ട് മലപ്പുറം ജില്ലയിലെ മൂമിനീങ്ങളോട്, ഇവിടെ പണ്ടക്കുമണ്ടേ ഇൽമിന്റെ പ്രകാശമുള്ള നാടാണ്, ആലിമീങ്ങൾ വളർന്ന നാടാണ്. കണ്ണിയത്തുത്താദ് ശൈഖുന, കണ്ണിയത്തുത്താദിന്റെ അവർ പടയോട്ടം നടത്തിയ മണ്ണാണ് ഇതൊക്കെ. അള്ളാഹു അവിടുത്തെ തണൽ നമുക്ക് നൽകുമാറാവട്ടെ, അവിടുത്തെ തണൽ അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, എന്നാല് കടന്റെ ബാക്കിൽ നിർത്തി 2 കൊല്ലം കഴിഞ്ഞ് നോക്കുമ്പോ അവരൊക്കെ ഷോപ്പിന്റെ ഉള്ളിൽ, നമ്മളൊക്കെ കടന്റെ പുറത്തു പോയി. പിന്നെ ഒരു 5 കൊല്ലം കഴിയുമ്പോൾ നമ്മൾ കരന്റെ ഉള്ളിലും അവർ കടന്റെ ഉള്ളിലും. ഇതാ മിണ്ടാപ്പൂച്ചാല് വല്ലാത്ത സാധനങ്ങൾ. ഞാനതല്ല, ഞാൻ റുസുദാന മദീനയിലേക്ക് കിടക്കുക. എന്നാലും എന്തായാലും ഇത് പറയുമ്പോ പറയാതിരിക്കുന്നില്ല. ഒരു 5 കൊല്ലം മുമ്പൊക്കെ നമ്മളെ മലപ്പുറം ജില്ലയിൽ ഒരു പെണ്ണെങ്ങാനും ഭർത്താവിന്റെ മുന്നോട്ട് നടന്നാല് വലിയ ലജ്ജയാണ്. നിങ്ങൾ നടക്കും മനസ്സിൽ എന്നെ നടത്തണം, ഇതൊരു പറച്ചിൽ. ഇപ്പടാ എവിടെയാ അവള്, അതാ പോണം, നമ്മൾ ഓടണം. പിന്നെ എന്നാ ഒരവസ്ഥ അല്ലേ, വല്ലാത്തൊരു അത്ഭുതം തന്നെ. ലോകം എവിടെ എത്തിയും എന്നാലും പൊറുക്കാം. ഞമ്മക്ക് ബിസി അവിടെ നിന്നല്ല, അവരെ കയ്യിൽ നല്ലൊരു ബാഗ് നമ്മളെ കയ്യിൽ കുട്ടിയാണ്. എന്നിട്ട് അവിടെ ഇങ്ങനെ മെല്ലെ പോയിട്ട് അവിടെ ഇങ്ങനെ ലെഫ്റ്റ് മോളി, നമ്മൾ കൊഫേറ്റ് മോളി നമ്മൾ കുട്ടീനെ മുടിച്ചിട്ട്, എന്നിട്ട് മെല്ലെ അടുത്ത് നിന്നിട്ട് ഒരു 5 ഉറുപ്പിക വരെ ചേച്ചാ മരിക്കാതാ കൂട്ടരാ, ഒരു 5 ഉറുപ്പിക വരുമോ ഭാര്യയോടെ. എന്നിട്ട് അവള് നമ്മൾ എത്തിങ്ങനെ പൊരിക്കുക. അപ്പൊ അങ്ങനത്തെ ഒരു ചുറ്റുപാടെല്ലാം ഇരിക്കട്ടെ. അത് അബൂജഹലിന്റെ ഭാര്യമാരുടെ ഒരു ജീവിതത്തിന്റെ ശൈലി ഞാൻ പറഞ്ഞു മാത്രം. ഇരിക്കട്ടെ, അബൂജഹലിന്റെ ഭാര്യ ജാക്കറ്റും ബ്ലൗസൊക്കെ മടക്കിയിട്ട് പെട്ടിയിരിച്ചവനെ പോകാൻ നിൽക്കുക. അപ്പം എല്ലാ അബൂജഹലും, അല്ലെ എങ്ങോട്ടാ? ഞാൻ എന്റെ വീട്ടിലേക്ക്. എന്തേ? ഈ നിലക്ക് മൂത്രമൊഴിച്ച് വെടക്കാക്കി നിങ്ങളാ ഭർത്താവ്, ഞാൻ വീട്ടിൽ പോവുകയാണ്. അബൂജഹലെ, ഈ പ്രിയപ്പെട്ട പിതാക്കളെ, അബൂജഹൽ പറഞ്ഞു, മോളെ നീ പോണ്ട, ഞാൻ ആയതുകൊണ്ട് മൂത്രമൊഴിച്ചു. നിന്റെ വാപ്പായിരുന്നെങ്കിലേ അവിടെ വേറെ വല്ലതും കാണാമായിരുന്നു. കാരണം ആ വാതിലങ്ങ് തുറന്നപ്പോ കാണാൻ കഴിഞ്ഞത് മുഹമ്മദിന്റെ ചുമരിൽ നിന്ന് ഗർജിക്കുന്നൊരു സിംഹം. മൂത്രമൊഴിക്കാതിരിക്കും മോളെ. അബൂജഹൽ, എന്റെ നാട്ടുകാരെ, വിഷയം ഇതല്ല. ഞാൻ പറയുന്നത് എവിടെയാണെന്നറിയോ? അടുക്കളയിൽ നിന്ന് അബൂജഹൽ വിളിച്ചു പറയ, മുഹമ്മദേ, കൂടെയുള്ളവന്റെ ഒട്ടകം അടുക്കളയുടെ പിൻഭാഗത്തുണ്ട്, കൊണ്ടുപോയിക്കോ. റസൂലുള്ള ആ പാവപ്പെട്ടവന്റെ കൈപ്പിടിച്ച് ഏറ്റവും വലിയ ശത്രുവിന്റെ അടുക്കളയിൽ പോയി, മോനെ ഏതൊട്ടകമാ? ആ റാവി അങ്ങ് കരയുന്നു, നബിയെ, 3ാമത്തെ ഒട്ടകമാണ് എന്റെ ഒട്ടകം. ആ ഒട്ടകത്തിന്റെ കാറങ്ങ് അടിച്ചിട്ട് റസൂലുള്ളാഹിന്റെ കൈ നബി തങ്ങൾ അറാബിയുടെ കയ്യിലങ്ങ് കൊടുക്കുമ്പോ പുന്നാര തങ്ങൾ അടച്ചു കൂട്ടിയിട്ട് തങ്ങളെ എന്റെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ വകയില്ലാത്തത് കൊണ്ട് വന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമ ചൊല്ലി ഹബീബിന്റെ കൈപ്പിടിച്ചുകൊണ്ട് ദീനിലേക്ക് കടന്നു വരുന്നു. ഓ മനുഷ്യ, ഏറ്റവും വലിയ ശത്രുവിന്റെ അടുക്കളയിൽ ചെന്നുകൊണ്ട് പാവങ്ങളുടെ കണ്ണീരൊപ്പിയ മുഹമ്മദുർ റസൂലുള്ളാഹി, പാവങ്ങളുടെ കണ്ണുനീർ അവിടുന്ന് തുടച്ചു കൊടുത്ത ത്വാഹാ റസൂലുള്ളാഹി, ആ നബി തങ്ങളെ മറക്കാൻ ഓ പ്രിയപ്പെട്ട കൂട്ടുകാരെ നമുക്കൊക്കെ പറ്റുമോ? ഞാനൊന്നും കൂടെ പറയട്ടെ. ഒരു കാട്ടറബിയാണ് എങ്കിൽ അതാ തൊട്ട് ഇപ്പുറത്ത് 10-90 വയസ്സ് കഴിഞ്ഞ ഒരു ഉമ്മാമയുണ്ട്. റോഡരികിൽ ഇരിക്കുകയാണ്, ഒരു പൈപ്പിന്റെ ചുവട്ടിൽ ഇരിക്കുകയാണ്. അവിടെ ആ പൈപ്പിന്റെ ചുവട്ടിലങ്ങ് ഇരിക്കുമ്പോ വെള്ളം കുടിക്കാനില്ലാതെ ദാഹിച്ച അവശയായ ഉമ്മ പടച്ചവരെ ദൈവമേ എന്ന് വിളിച്ചിട്ട് അവിടെ അങ്ങനെ ഇരിക്കുന്നു. ഏത് ജാതിയാവട്ടെ, അല്ലാഹുവിന്റെ റസൂല് റഹ്മത്തുല്ലിൽ മുസ്ലിമല്ല. കൂട്ടുകാരെ, ചെറുപ്പക്കാരെ, റഹ്മത്തുല്ലിൽ ആലമാണ്. ഈ രാജ്യത്ത് ഏതൊക്കെ മതവിശ്വാസികളുണ്ടോ അവർക്കൊക്കെ റഹ്മത്താണ് റസൂലുള്ളാഹി. പിന്നെ എങ്ങനെയാണ് നമുക്കൊരു ജാതിയോട് വെറുപ്പ് വരിക? ആ പ്രായം ചെന്ന ഉമ്മയുണ്ടല്ലോ,
അവിടെ ഇരിക്കുന്ന സമയത്ത് മെല്ലെ മെല്ലെ അടുത്ത് ചെന്ന് റസൂലുള്ള ചോദിക്കുന്നു, യാ ഉമ്മ, എന്താണ് ഉമ്മ ഇവിടെ ഇരിക്കുന്നത്? മോനെ, ദാഹിച്ചിട്ട് വയ്യ, ഒരു തുള്ളി വെള്ളം കുടിക്കാനില്ല. ഈ പൈപ്പിൽ എപ്പോഴാ വെള്ളം വരുന്നത്? വലിയ പാത്രവും വെച്ച് കാത്തിരിക്കുകയാൽ ഒരുപാട് സ്ത്രീകളതാ ക്യൂ നിൽക്കുന്നുണ്ട്. ആ സമയത്ത് നബി തങ്ങളുടെ ചോദ്യം, ഉമ്മ, ഈ കാണുന്ന കിണറ്റിലെ വെള്ളമോ? മോനെ, അതൊക്കെ ഉപ്പുവെള്ളമാണ്. നബി തങ്ങളോട് പറയുന്നു, മോനെ, ഉപ്പുവെള്ളമാണ്. ഉമ്മ, ആ കാണുന്ന കിണറിലെ വെള്ളമോ? അതും ഉപ്പുവെള്ളമാണ് എന്നങ്ങ് പറഞ്ഞപ്പോ റസൂലുള്ള ആ കിണറ്റിന്റെ അരികിൽ ചെന്നുകൊണ്ട് ഖാദല്ലദീ ജാഅ ബിഅൻ ബഗിയ മാലിഹത്തുൻ വമജ്ജ ഫീഹാ ഫഅദൽ മാഉ കൽ അസരി. ആ കിണറിൽ ചെന്നിട്ട് മജ്ജ ഫീഹാ, കാരുണ്യത്തിന്റെ നേതാവെന്ന് തുപ്പിക്കളയുന്നു. ഫഅദൽ മാഉ കൽ അസരി, ആ ഉപ്പുവെള്ളം തേൻതുള്ളികളെ പോലെയുള്ള മാധുര്യമുള്ള വെള്ളമായി മാറുന്നു. റസൂലുള്ള ഒരു പിടി വെള്ളം എടുത്തിട്ട് ഈ ഉമ്മയുടെ അരികിൽ കൊണ്ടുവന്ന ആ ഉമ്മയങ്ങ് വെള്ളം കുടിച്ചപ്പോൾ, മോനെ, എന്റെ പേരക്കുട്ടികളതാ പിടയുന്നു, അവർക്കൊരു തുള്ളി വെള്ളം കൊടുക്കുമോ? റസൂലുള്ള പാത്രം കൊണ്ടുപോയി അത് നിറയെ വെള്ളം കൊണ്ടുവന്ന ഈ ഉമ്മയുടെ അരികിൽ വെച്ചപ്പോ എല്ലാ സ്ത്രീകളും വന്ന് വെള്ളം കുടിക്കുന്നു. ആ സമയത്ത് പ്രായം ചെന്ന ഉമ്മയുടെ ചോദ്യം, ഈ പ്രായമുള്ള ഉമ്മ ചോദിക്കുകയാണ്, മോനെ, നിങ്ങളുടെ പേരെന്താ? നിങ്ങളുടെ നാടെവിടെയാണ്? ഉമ്മ, എന്റെ രാജ്യം മക്കയാണ്. പിതാക്കളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, എന്റെ നാട് മക്കയാണ്. ഉടൻ ആ പ്രായമുള്ള ഉമ്മ, മോനെ, മക്കത്ത് മുഹമ്മദ് എന്ന പേരിൽ ഒരു കള്ളൻ വന്നിട്ടുണ്ട്, അവന്റെ കൂടെ നടക്കരുതേ. സുബ്ഹാനല്ലാഹ്. ഈ പ്രായം ചെന്ന ഉമ്മ നബി തങ്ങളോട് പറയാ, മോനെ, മക്കത്ത് ഒരു കള്ളൻ വന്നിട്ടുണ്ട് മുഹമ്മദ് എന്ന പേരിൽ, അവന്റെ കൂടെ നടക്കരുത്. ചില റിവായത്തിലൊക്കെ റസൂലുള്ളാഹിന്റെ കണ്ണിലങ്ങ് വെള്ളമൊഴി. ഉമ്മ, ആ മുഹമ്മദിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല മോനെ, അങ്ങാടിയിൽ വെച്ച പല ആളുകളും പറയുന്നത് കേട്ടിട്ടുണ്ട്, വേറെ ഞാൻ ആളെ കണ്ടിട്ടൊന്നുമില്ല, കള്ളനാണ് ആള്, ആളെ കൂടെ നടക്കരുത്. ആ പ്രായം ചെന്ന ഉമ്മയുടെ അരികിൽ, അന റസൂലുള്ളാഹ്, ഉമ്മ, നിങ്ങൾ പറഞ്ഞ മുഹമ്മദ് ഞാനാണ് ഉമ്മ. ആ ഉമ്മയങ്ങ് കണ്ണുനീരൊടുക്കി തൗഹീദിന്റെ കലിമ ഉച്ചരിച്ച് ദീനിലേക്ക് കടന്നു വന്നു. മോനെ, കേട്ടുകേൾവിയിലൂടെ പറഞ്ഞതാണ്, എനിക്ക് പൊരുത്തപ്പെട്ടു തരണേ ഉമ്മ. ഒരിക്കലും ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് ഒരാളെയും നിങ്ങൾ തെറ്റിദ്ധരിച്ചു ഒന്നും പറയരുതേ. ഖബർ തീകുണ്ടാരമാകുന്നതാണ്, ആരെയും പറയരുതേ. ത്വാഹാ റസൂലുള്ളാഹി. എത്രയെത്ര ആളുകൾ കണ്ടോ, മഹാന്മാരായ ആരിഫീങ്ങൾ. ഈ അടുത്ത് വഫാത്തായി പോയ ശൈഖുനാ കുണ്ടൂർ ഉസ്താദ്, അല്ലാഹു അവിടുത്തെ ദറജ ഏറ്റിക്കൊടുക്കുമാറാവട്ടെ. ഞാനിങ്ങനെ ഓർക്കുന്നു, ചെമ്മാട് ഭാഗത്ത് ജോലി ചെയ്യുമ്പോ കുണ്ടൂർ ഉസ്താദ് എന്ന് പറയുന്ന ആ വലിയ വ്യക്തിത്വത്തിന്റെ ഉടമ ആ മഹാനയൊക്കെ കളിയാക്കുന്നത് കാണുമ്പോ ഈ ഉമ്മ നബി തങ്ങളോട് പറഞ്ഞ കഥങ്ങനെ ഓർമ്മ വരും. അതങ്ങനെ ഓർക്കാറുണ്ട്. കുണ്ടൂർ ഉസ്താദ് അവിടുന്ന് ബഹുമാനപ്പെട്ട ഇ.കെ. ഉമർ ഹാജി വലിയുല്ലാഹി, ഇ.കെ. ഉമർ ഹാജി, അതാ വലിയൊരു മജ്ലിസിലേക്ക് വരുമ്പോ ഇന്നും അവിടുത്തെ മക്കൾ ജീവിച്ചിരിപ്പുണ്ട്. മുഹമ്മദ് ദാരിമും ഹുസൈൻ മുസ്ലിയാരും ഒക്കെ ജീവിച്ചിരിപ്പുണ്ട്. അവരോട് പറഞ്ഞ വാക്കാണ്, ഇ.കെ. ഉമർ ഹാജി സ്റ്റേജിലേക്ക് വരുമ്പോ ആ ബേക്കിലൊരു കുട്ടി അങ്ങനെ ചെറിയ മനുഷ്യനങ്ങനെ ഇരിക്കുന്നു. ആ സമയത്ത് ഉമർ ഹാജി വലിയുല്ലാഹി ഉമർ ഹാജി ഇ.കെ. ഉസ്താദ് വിളിച്ചിട്ട് ആ മക്കളെ വിളിച്ച് പറയാ, ഇരിക്കുന്ന കുട്ടി ആരാണ് അറിയോ? അത് നല്ലൊരു മോനാൻ, അത് നല്ലൊരു കുട്ടിയാൻ.
ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദിനെ കുറിച്ച് ശൈഖുന ഇ.കെ. ഉമർ ഹാജി പറയുന്നുവെങ്കിൽ കുണ്ടൂർ ഉസ്താദിനെ പോലെയുള്ളവർ, അതുപോലെ നിരവധി വലിയ വലിയ ആലിമീങ്ങൾ നാടുമെടുക്ക എത്രയോ പള്ളികളുണ്ടാക്കി. കണ്ടോ, താജുൽ ഉലമയുടെ അരികിൽ ചെന്ന് മക്കൾ ചെന്നിട്ട് പറയാ, ഉസ്താദിന് വാപ്പയെ കണ്ടിട്ട് കുറെ കൊല്ലമായി, വന്യരായ ശൈഖുനാ ഖബറുൽ ഉലമ അവിടുന്ന് പറയുന്നു, താജുൽ ഉലമ വിളിച്ചിട്ട് അവിടുന്ന് ചോദിക്കും, നിങ്ങളെ മക്കളൊക്കെ കംപ്ലൈന്റ് പറയുന്നുണ്ട്, നിങ്ങളെ കണ്ടിട്ട് കുറെ കാലമായി എന്ന്. ആ മകളതാ കരയുന്നു. അവിടുന്ന് സ്വന്തം മകളെ കാണാനും മകൾക്ക് ഇങ്ങോട്ട് വന്ന് കാണാൻ വരുന്ന സമയത്ത് വീട്ടിലൊരു മിനിറ്റ് നിൽക്കാനും ഇരിക്കാനും സമയമില്ലാതെ നാടുമിടുക്ക് ഓടി നടക്കുന്ന വലിയ വലിയ മഹാന്മാർ, അവരൊക്കെ എത്രയെത്ര ആളുകളാണ് കളിയാക്കുന്നത്. കേട്ടുകേൾവിയിലൂടെ അള്ളാഹു അവർക്കൊക്കെ പുറത്തു കൊടുക്കട്ടെ. കേട്ടുകേൾവിയിലൂടെ ഒരൊറ്റ പണ്ഡിതനെ നാട്ടുകാരെ പറഞ്ഞു പോകരുതെന്ന് ഞാൻ പിന്നെ ഖേദിക്കേണ്ടി വരും. ഒരു മുതഅല്ലിമിനെ പോലും കേട്ടുകേൾവിയിലൂടെ പറഞ്ഞു പോയാൽ ഈ ജൗഫിൽ കഅബത്തിന്റെ ഉള്ളിൽ വെച്ച് 10 മാസം നൊന്ത് പ്രസവിച്ച ഉമ്മയെ വ്യഭിചരിച്ചതിനേക്കാളും കടുത്ത തെറ്റാണ്. അതുകൊണ്ട് ഈ ശബ്ദം കേൾക്കുന്ന മുഅ്മിനീങ്ങളെ, ഏതെങ്കിലും കേട്ടുകേൾവിയിലൂടെ ഒരൊറ്റ സയ്യിദിനെ കുറിച്ചൊന്നും പറയരുതേ. ഒരു ഉസ്താദിന് ഒരു വാക്ക് തമാശക്ക് പോലും പറഞ്ഞാൽ നമ്മുടെ ആഖിബത്ത് കേടുവരുന്നതാണ്. അതാണ് ഈ ഉമ്മ പഠിപ്പിക്കുന്നത്. നബി തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിച്ചു കൊടുത്ത് അവിടെ നിന്നങ്ങ് ഇറങ്ങുന്നു. നബി തങ്ങൾ അവിടെ നിന്നിറങ്ങുമ്പോ, നേരത്തെ ഞാനൊരു കാട്ടറബിയെ കുറിച്ച് പറഞ്ഞു, ഇപ്പോൾ ഒരു പ്രായം ചെന്ന അമുസ്ലിമത്തായ ഉമ്മയെ കുറിച്ച് പറഞ്ഞു. ഇനി ഞാൻ പറയട്ടെ, റസൂലുള്ള നടക്കുന്ന സമയത്ത് ഒരു ചെറിയ വീടിന്റെ ചെരുവിൽ അതാ മിണ്ടാൻ കഴിയാത്തൊരു ജീവിയുണ്ട്, മാൻകുട്ടിയുണ്ട്. എത്ര ജീവികളാണ് ഒട്ടകങ്ങൾ ലഭിച്ചങ്ങൾ അരികിൽ വന്ന് കരഞ്ഞത്, മാൻകുട്ടികൾ കരഞ്ഞത്. ആ കൂട്ടത്തിലൊരു മാൻകുട്ടി അങ്ങ്, യാ റസൂലല്ലാഹ് അൻത റഹ്മത്തുൽ ലിൽ ആലം, നബിയേ പാവങ്ങളെ സഹായിക്കുന്ന തങ്ങളെ, മൃഗങ്ങളെ സഹായിക്കുന്ന നബിയേ, ഞാൻ ഇന്നലെ പ്രസവിച്ച 2 കുട്ടികളുടെ ഉമ്മയാണ്. ആ കുട്ടികൾ വിഷം നൊട്ടിക്കൊണ്ട് പാല് കുടിക്കാൻ വകയില്ലാതെ അവർ കരയുന്നുണ്ടാവും. ഈ വീട്ടുകാരൻ എന്നെ പിടിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. യാ റസൂലല്ലാഹ്, എന്നെയൊന്ന് അടിച്ചുവിട്ടാൽ ഓടിപ്പോയി എന്റെ മക്കൾക്ക് പാല് കൊടുത്തിട്ട് വരാം നബിയേ. അല്ലാഹുവിന്റെ ഹബീബ് അങ്ങ് ചെന്നിട്ട് കാറങ്ങ് അടിച്ചുവിടുമ്പോ റസൂലുള്ളാഹിനോട് സലാം പറഞ്ഞ് നബി തങ്ങളുടെ മടിയിൽ ആ മാൻകുട്ടിയുടെ കൈവച്ച് സലാം ചൊല്ലിക്കൊണ്ട് ഓടുകയാണ്. വീട്ടുകാരൻ വരുന്നു, മാൻകുട്ടിയെ കാണുന്നില്ല. ആ സമയത്ത് റോട്ടിൽ നിൽക്കുന്ന നബി തങ്ങളോട്, റസൂലുള്ളയാണെന്ന് വീട്ടുകാരൻ അറിയില്ല. എടോ, ആരാണ് എന്റെ മാൻകുട്ടി അടിച്ചുവിട്ടത്? മോനെ, ഇന്നലെ പ്രസവിച്ച 2 കുട്ടികളുടെ ഉമ്മയാണത്. പാല് കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞപ്പോ ഞാൻ അടിച്ചുവിട്ടതാണ്. ഇൻഷാ അല്ലാഹ് അല്പസമയം കൊണ്ടത് വരുന്നതാണ്. ഏതോ കാട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന ജീവിയെ അടിച്ചുവിട്ടാൽ അത് വരുമെന്നോ? നബി തങ്ങളെ അടിക്കാൻ വേണ്ടി കയ്യങ്ങ് പൊക്കിയപ്പോ, മോനെ, ആ മാൻകുട്ടി വന്നില്ലെങ്കിൽ അടിച്ചാൽ പോരയോ? റസൂലുള്ളാഹിനെ ചീത്ത പറയുന്നു. വല്ലാതെ തെറി വിളിക്കുമ്പോ ചാടി ചാടി കുതിച്ചു വരുന്നു. ആ മാൻകുട്ടി വന്നിട്ട്, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, സമയം വൈകിപ്പോയ നബിയേ, എന്റെ കുട്ടികളോട് പറഞ്ഞു റസൂലുള്ള വിട്ടതാണ്, പെട്ടെന്ന് കുടിക്കണമെന്ന് പറഞ്ഞപ്പോ ആ ചോരമക്കള് പറഞ്ഞു, ഉമ്മാ, നബി തങ്ങൾ ഞങ്ങൾക്കും റഹ്മത്താണ് ഉമ്മാ,
ഇത് പറഞ്ഞിട്ട് അല്പം കൂടുതൽ കുടിച്ചു. ഇതങ്ങ് പറയുമ്പോ നബിത്തങ്ങൾ ആ മാൻകുട്ടിയുടെ കൈയങ്ങ് പിടിച്ച് വീട്ടുകാരെ ഏൽപ്പിക്കുമ്പോ അതാ റസൂലുള്ളയാണെന്ന് മനസ്സിലാക്കിയ മനുഷ്യൻ നബിത്തങ്ങൾ അടിക്കാൻ വേണ്ടി നീട്ടിയ ഈ കൈ എനിക്ക് വേണ്ട. ആ കൈകളങ്ങ് മുറിച്ചു മാറ്റിയിട്ട് നബിത്തങ്ങളിലേക്ക് കൊണ്ടുവരുമ്പോ റസൂലുള്ളാഹിന്റെ ഉമിനീരെടുത്ത് അവിടെയങ്ങ് തട്ടി അവിടെ അങ്ങോട്ട് വെച്ചു കൊടുക്കുമ്പോ ആ കഷ്ടമങ്ങ് വെച്ചു കൊടുക്കുമ്പോ ഓപ്പറേഷന്റെ അടയാളമില്ല. നബിയേ, ഞാനെന്ത് ചെയ്യണം? മോനെ, അതിന്റെ മക്കളവിടെയുണ്ട്, അങ്ങ് അടിച്ചു വിട്ടാടാ. അമ്മാൻ കുട്ടിയങ്ങ് അടിച്ചു വിടുമ്പോ മിണ്ടാൻ കഴിയാത്ത ജീവി റസൂലുള്ളാഹിന്റെ മടിയിൽ വന്ന് തലവെച്ച് കണ്ണുനീരൊടുക്കിയതും എത്ര കിതാബുകളിലാ വിവരിച്ചിരിക്കുന്നത്. അമ്മാൻ കുട്ടി നബിയേ, അങ്ങ് ഞങ്ങൾ മറക്കില്ല എന്ന് പറഞ്ഞ് സലാ പറഞ്ഞ് പോകുന്ന രംഗം ആ കാട്ടറബിയെ സഹായിച്ച റസൂലുള്ളാഹി, പ്രായം ചെന്ന അമ്മയെ സഹായിച്ച റസൂലുള്ളാഹി, മിണ്ടാൻ കഴിയാത്ത മാൻകുട്ടിയെ സഹായിച്ച റസൂലുള്ളാഹി, ആ നബി തങ്ങളെ തമസ്സക് ബിൻ നബി വകുല്ലു സഅബിൻ യഹൂനു ഇദാ തമസ്സക ബിൻ നബി. ആ നബി തങ്ങളെ പിടിക്കേണ്ടതുപോലെ പിടിച്ചാൽ കാരവന്മാരെ ഖബർ പ്രകാശിപ്പിക്കാം. അല്ല എങ്കിൽ നമ്മുടെ ഖബറിന്റെ അവസ്ഥ എന്താണ്? ആ നബി തങ്ങളെ പിടിക്കുക, അവിടുന്ന് പിടിക്കാൻ അവിടുത്തെ പേരമക്കളെനിക്ക് നൽകിയില്ലേ ബഹുമാനപ്പെട്ട ഖുത്ബുസ്സമാൻ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനായ മമ്പറത്തെ തങ്ങളെ കാറുണ്ടിടുത്തേ കാട്ടുപോത്തിന്റെ പോക്കും ചൂട്ടടണ്ടോടുത്തേ. താനൂര് സമുദ്രത്തിൽ കര കാണാത്ത മക്കള് ഉപ്പാപ്പ എന്ന് വിളിക്കുമ്പോ കാട്ടെടുത്തെങ്ങിന്റെ പോക്കിൽ ചൂട്ടടണ്ടോടുത്തേ. അവിടുന്ന് ചൂട്ട് കത്തിച്ച് കാണിച്ചു കൊടുക്കുന്നു. കരയിലേക്ക് വരുന്നു ഉപ്പാപ്പ എന്ന് വിളിച്ചിട്ട് ജാതിമത വ്യത്യാസമില്ലാതെ മുഴുവൻ ആളുകളും വന്ന് ഉപ്പാപ്പയുടെ കൈപ്പിടിക്കുന്നുവെങ്കിൽ മമ്പുറത്തങ്ങൾ മുസ്ലിമീങ്ങളുടെ എന്നല്ല മനുഷ്യമക്കളുടെ അത്താണിയാണ്. മഹാനായ പാണക്കാട് പൂക്കോയ തങ്ങള്, മഹാനായ ബാപ്പക്കയ്യ തങ്ങള് ഖദീജ ബീവിയുടെ മഖ്ബറ സിയാറത്ത് നടത്തിയിട്ട് ബന്ദരായ ഉസ്താദുമാരോട് നാളെ ളുഹറിന്റെ മുമ്പ് നിങ്ങളൊക്കെ എന്റെ പിന്നിലാണ് ളുഹർ നിസ്കരിക്കുക. ബഹുമാനപ്പെട്ട ബാപ്പക്കീ തങ്ങളെന്ന് പറയുമ്പോ ആലിമീങ്ങൾ അത്ഭുതപ്പെടുത്തി. ബാഫക്കി തങ്ങളുടെ വാക്കുകൾ എന്താണ്? പിറ്റത്തെ ദിവസം ളുഹറിന് കേൾക്കുന്നത് ബാഫക്കി തങ്ങളുടെ മയ്യത്ത് നിസ്കരിക്കാനുണ്ട് എന്നുള്ള വെളിനാളമാണ്. അപ്പോഴാണ് ഒരു ദിവസം മുമ്പ് ബാഫക്കി തങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം തിരിയുന്നത്. റസൂലുള്ളാഹിന്റെ പൊന്നു മക്കളല്ലേ, മലബാറുകാരനാണ്. അപ്പൊ ത്വാഇഫിൽ അറബി മലബാറുകാരൻ നിർമ്മിക്കുന്ന ഒരു പള്ളി ഇവിടെ ഉണ്ട്, അവിടെ പോയി നിസ്കരിച്ചോളി. ആ പള്ളി എന്ന് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുന്നു. വൈത്താനി മുസ്ലിയാർ അവിടെ നിസ്കരിക്കുന്നു. നിസ്കാരം കഴിഞ്ഞിട്ട് പള്ളിയുടെ ബേക്കിലേക്ക് അങ്ങ് പോകുമ്പോ സുബ്ഹാനല്ലാഹ്, വെളിയങ്കോട് ഉമറുൽ ഖാദി കൂലി കൊടുക്കുന്ന രംഗമാ കാണുന്നത്. മഹാനായ ബൈത്താനി അടച്ചുകൂട്ടി ഉമറെ പൊരുത്തപ്പെട്ടു തരണം. ഉമർ ഖാദി പറയാ, ഇൻഷാ അല്ലാഹ് ഉസ്താദിന്റെ അരികിലെത്തട്ടെ. മമ്പറം തങ്ങളുടെ അരികിലെത്തിയിട്ട് എന്നെ കണ്ടപ്പോ നീ പേടിച്ചതൊക്കെ ഉപ്പാപ്പാനോട് ഞാൻ പറയും, സമാധാനപ്പെടുത്തുകയാണ്. കൈപ്പിടിച്ചു കൊണ്ടുപോകുന്നു. ഇലാ ഹദ്റത്തിൻ നബിയിൽ മുസ്തഫ യാ അക്റമൽ ഖുറമാ അലാ അഅതാബികും ഉമറുൽ ഫഖീറുൽ മുർതദീ ജനാബികും മജഫദം അൻസാരൻ ഐനൈനി ലകിന്നഹു യജ്രി അലൽ ഖദ്ദൈരി. യാ റസൂലല്ലാഹ്, എനിക്ക് അവിടുത്തെ കാലിന്റെ ചുവട്ടിൽ വന്നൊരു സലാം പറയണം. പോലീസുകാർ